വെൽക്കം ടു സി കെ മല്ലൂസ്. ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത് സാഹചര്യം ബോക്സിന് പ്രശ്നമാകുമെന്ന നിലയിലെത്തിയപ്പോൾ മിസ്റ്റർ പാർക്ക് ഇടയ്ക്ക് കയറി ബോക്സിനെ തടഞ്ഞിട്ട് വേറൊരു പേപ്പർ എടുത്ത് അതിൽ റെസിഗ്നേഷൻ ലെറ്റർ എന്നെഴുതി താഴെ ഒപ്പിട്ട് സേഹോയ്ക്ക് നീട്ടിയിട്ട് ഞാൻ ആരോപിച്ചതൊന്നും കള്ളമല്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് സാറിനാണ്. അതെന്തായാലും സാറിന് എപ്പോൾ വേണമെങ്കിലും ഈ രാജിക്കത്ത് സ്വീകരിച്ച് നടപടിയെടുക്കാം. അതുവരെ ഞാൻ ഈ സ്കൂളിൻ്റെ നല്ലതിന് വേണ്ടി ശ്രമിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. സ്കൂളിൻ്റെ നല്ലതിന് വേണ്ടി താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് നന്നായി ആലോചിക്കാൻ പറഞ്ഞ് സേഹോ ആ പേപ്പറും വാങ്ങി പുറത്തേക്ക് പോകുന്നു. ബോക്സും അവൻ്റെ പുറകിൽ തന്നെ ഓടിച്ചെന്നിട്ട് നീ എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ പാർക്കിനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു, കുട്ടികളെ നിർബന്ധിച്ച് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ ശ്രമിക്കുന്നു, നിനക്കാകെ വട്ടായോ എന്ന് സേഹോയോട് ചോദിക്കുന്നു. അവരെ നിർബന്ധിച്ചല്ല പറഞ്ഞയക്കുന്നത്, പ്രിൻസിപ്പലിൻ്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷനോട് കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും മോശം കുട്ടികളായി തുടരുന്നതിനേക്കാൾ അവർക്ക് നല്ലത് മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറുന്നതാണ് എന്ന് സേഹോ പറയുന്നു. ഞങ്ങൾ പോയി കഴിയുമ്പോൾ മോശം ലെവലിൽ എത്തുന്ന വേറെ കുട്ടികൾ ഉണ്ടാവില്ലേ എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നവൻ മറുപടി നൽകുന്നു. ഞങ്ങളുടെ മോശം മാർക്കാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ നല്ല മാർക്ക് വാങ്ങിയ നീ ഈ ട്രാൻസ്ഫറിൻ്റെ തീരുമാനം മാറ്റുമോ എന്ന് ബോക്സ് ചോദിക്കുന്നു. സേഹോയ്ക്ക് അത് കേട്ട് ശരിയാണ് വന്നതെങ്കിലും ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റാമെന്ന് പറഞ്ഞ് സേഹോ മടങ്ങുന്നു. മിസ്റ്റർ പാർക്ക് ബ്ലാങ്ക് പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തതിനെക്കുറിച്ചും ബോക്സു ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിനെക്കുറിച്ചുമൊക്കെ സ്റ്റാഫ് റൂമിൽ ടീച്ചർമാരെല്ലാം കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈസ് പ്രിൻസിപ്പൽ അവിടെ കയറി വന്ന് ബോക്സു ചെയർമാനെ വെല്ലുവിളിച്ച കാര്യം സോജിയോങ്ങിനോടെ പറയുന്നു. വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കഴിഞ്ഞ ആഴ്ചത്തെ ടെസ്റ്റിൽ മൊത്തം മാർക്കിൻ്റെ ശതമാനം എടുത്ത് നോക്കിയിട്ട് അത് വെറും 29.5% മാത്രമേ ഉള്ളൂ. അവരങ്ങനെ 50% കൂടുതൽ മാർക്ക് വാങ്ങാനാണ്. 50% കൂടുതൽ മാർക്ക് വാങ്ങിയാൽ കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യിക്കാനുള്ള തീരുമാനം മാറ്റാമെന്ന് ചെയർമാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കളിയാക്കുന്ന രീതിയിൽ വൈസ് പ്രിൻസിപ്പൽ അവളോട് പറയുന്നു. ട്രാൻസ്ഫറിൻ്റെ കാര്യം സോജിയോങ് അപ്പോഴാണ് അറിയുന്നത്. അതങ്ങനെ ശരിയാകും, പേരൻസ് സമ്മതിക്കുമെന്ന് ചോദിച്ചവൾ ചാടി എണീക്കുന്നു. ചെയർമാൻ നേരിട്ട് പേരൻസിനോട് സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബോക്സുവിനെ കളിയാക്കിക്കൊണ്ട് ആവറേജിലും കൂടുതൽ മാർക്ക് വാങ്ങുമെന്നാണ് ബോക്സ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അതുപോലെ സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. ബോക്സ് വലിയ ആവേശത്തോടെ ക്ലാസ്സിലെത്തി പഠിക്കുന്നതിനെക്കുറിച്ചും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ചുമൊക്കെ എല്ലാവരോടുമായി പറഞ്ഞെങ്കിലും വളരെ തണുത്ത പ്രതികരണമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോഴേക്ക് സോജിയോങ്ങും അവിടെ എത്തി ബോക്സുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് ബോക്സ് പറഞ്ഞപ്പോൾ നിങ്ങളെ ആരെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാനും പരമാവധി സഹായിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് സോജിയോങ് കുട്ടികളോട് പറയുന്നു. കുട്ടികൾക്ക് പക്ഷേ ആ ശ്രമം വിജയിക്കുമെന്നൊരു പ്രതീക്ഷയും തോന്നില്ല. ഇതിനെക്കുറിച്ച് ബോക്സും സോജിയോങ്ങും വൈകിട്ട് ഓഫീസിലെത്തി ലീജിയോങ്ങിനോടും മിഞ്ചിയോടും പറയുന്നു. കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യിക്കാനുള്ള എളുപ്പവഴി മുന്നിലുള്ളപ്പോൾ എന്തിനാണ് വെറുതെ പാടുള്ള രീതിയിൽ കൂടി പോകുന്നത് എന്ന് മിഞ്ചി ചോദിക്കുന്നു. അവസാനം പഠനത്തിൽ കുട്ടികളെ സഹായിക്കണമെന്നൊരു ഒഫീഷ്യൽ റിക്വസ്റ്റ് സോജിയോങ് ലീജിയോങ്ങിൻ്റെ ഏജൻസി ഏൽപ്പിക്കുകയാണ് എന്നറിയിക്കുന്നു. കാശ് കിട്ടുന്ന കാര്യമാണെന്നറിഞ്ഞപ്പോൾ മിഞ്ചിയും ലീജിയോങ്ങും സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുന്നു. ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ ശ്രമകരമായ ജോലിയായതിനാൽ അത് എങ്ങനെ വേണമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്സ് പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇംഗ്ലീഷും കൊറിയനും ഫോക്കസ് ചെയ്യാം. കൊറിയൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം, പക്ഷേ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേറെ ആരെങ്കിലും കണ്ടെത്തണം എന്ന് സോജിയോങ് പറയുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എനിക്കൊരാളെ അറിയാമെന്ന് പറഞ്ഞ് ബോക്സു ടീച്ചർമാരെ വിളിപ്പിക്കുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബോക്സു അവനെ പേര് വിളിച്ച് നീ എന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നതല്ലേ എന്ന് ചോദിക്കുന്നു. ബഹുമാനമില്ലാതെ ബോക്സു സംസാരിക്കുന്ന കേട്ട് അന്തം വിട്ട് സോജിയോങ് ടീച്ചർമാരോട് ബോക്സുവിന് വേണ്ടി സോറി പറയുന്നു. നിനക്ക് വട്ടായോ എന്ന് മിഞ്ചിയും ബോക്സുവിനോട് അടക്കത്തിൽ ചോദിക്കുന്നുണ്ട്. ടീച്ചർമാർ സ്വയം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലേ, ഞാൻ നിങ്ങൾക്കൊപ്പം പഠിച്ചതാണ്, എപ്പോഴും സ്നാക്സ് വാങ്ങാൻ പോകാറുള്ള മാ യങ് ജുങ് ആണ് ഞാൻ എന്ന് പറഞ്ഞവൻ പരിചയപ്പെടുത്തിയപ്പോൾ അവൻ്റെ പഴയ രൂപം ഓർമ്മ വന്ന് സോജിയോങ്ങും മിഞ്ചിയും അമ്പരപ്പോടെ വായി പൊത്തുന്നു. ഇത്ര നാൾ തിരിച്ചറിയാതിരുന്നതിന് സോജിയോങ് അവനോട് സോറി പറയുന്നു. അതൊന്നും പ്രശ്നമേ ഇല്ല, എൻ്റെ പഴയ സ്കൂൾമേറ്റ്സിനെ എല്ലാം ഇങ്ങനെ വീണ്ടും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നു. സേഹോ സ്റ്റാഫ് റൂമിൽ വെച്ച് അവസാനം പറഞ്ഞ വാക്കുകൾ മിസ്റ്റർ പാർക്കിനെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോജിയോങ് വന്ന് അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്നു. ബോക്സുവിൻ്റെ വീട്ടിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് അവൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. ബോക്സു അദ്ദേഹത്തിന് ഒരു ട്രീറ്റ് തന്നെ നടത്തുന്നുണ്ട്, കുടിക്കാനും നൽകുന്നു. സേഹോയ്ക്ക് നീ അങ്ങനെ ഒരു വാക്ക് കൊടുത്ത എന്തിനാണ് എന്ന് ചോദിച്ച് അദ്ദേഹം അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ സോജിയോങ് പണ്ടെന്നെ പഠിക്കാൻ സഹായിച്ചതിന് സാറിന് ഓർമ്മയില്ലേ, അതുപോലെ ഇത് നടക്കും എന്ന് ബോക്സു ആത്മവിശ്വാസത്തോടെ പറയുന്നു. അത് ശരിയാണെന്ന് സാറിനും തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബോക്സുവും സോജിയോങ്ങും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ബോക്സുവിൻ്റെ അമ്മ സാറിന് കമ്പനിക്ക് അവിടെ ഉണ്ടായിരുന്നു. സാറിൻ്റെ മുഖത്തെ വിഷാദഭാവം കണ്ട് അമ്മ കാരണം തിരക്കിയപ്പോൾ എൻ്റെ പഴയ ഒരു സ്റ്റുഡൻറ്റ് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവനെ നേരെയാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം നിരാശയോടെ പറയുന്നു. അങ്ങനെ ഒരു കുട്ടിയെ അബദ്ധത്തിൽ കൈവിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവനെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം. കാരണം കുട്ടികൾ തെറ്റായി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ്.
ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകും എന്ന് ബോക്സുവിൻ്റെ അമ്മ പറയുന്നു. സാറിന് അതിന് പുതിയ അറിവായിരുന്നു. സേഹോ അന്ന് സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ നീ എന്നാണ് വിദേശത്തേക്ക് പോകുന്നതെന്നാണ് അമ്മ അവനോട് ചോദിക്കുന്നത്. എനിക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞവൻ സ്കൂളിലേക്ക് പോകുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ ബോക്സുവിൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ ജോലിക്കെന്ന് പറഞ്ഞ് കടന്നുകൂടിയിട്ടുണ്ട്. അവർ എന്തൊക്കെ തിരയുന്നുണ്ട് എന്ന കാര്യം സെക്രട്ടറി യുൻ സേഹോയോട് പറയുന്നു. തൽക്കാലം ഇത് അറിഞ്ഞതായി ഭാവിക്കേണ്ട. ഇക്കാര്യത്തിൽ ബോക്സുവിൻ്റെയും എൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക് എന്നാണ് സേഹോ നിർദ്ദേശിച്ചത്. അന്ന് പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിലെത്തി ഒരു വലിയ പൊതി അദ്ദേഹത്തെ കാണിച്ചിട്ട് യമിനിൻ്റെ സംഭവം ഉണ്ടായ സമയത്തല്ലാതെ ഇത്രയധികം പരാതികൾ ഈ സ്കൂളിൽ ലഭിക്കുന്നത് ഇതാദ്യമാണ്. ഇത് മുഴുവൻ താങ്കൾക്കെതിരെ പേരൻസ് നൽകിയിരിക്കുന്ന പരാതികളാണ്. അതുകൊണ്ട് സ്കൂൾ താങ്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ താങ്കൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പോകേണ്ട, പകരം സ്കൂൾ ക്ലീനിങ്ങിൻ്റെ ചാർജ് താങ്കളെ ഏൽപ്പിക്കുകയാണ് എന്ന് മിസ്റ്റർ പാർക്കിനോട് പറഞ്ഞിട്ട് പോകുന്നു. ആ പരാതികൾ തുറന്നു നോക്കിയ മിസ്റ്റർ പാർക്ക് ആകെ അസ്വസ്ഥനായി വരാന്തയിലൂടെ നടക്കുന്നുണ്ട്. അദ്ദേഹം പുതുതായി ഏൽപ്പിക്കപ്പെട്ട ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സാറിനോട് ഇതിന് നേതൃത്വം കൊടുക്കാനല്ലേ അവർ പറഞ്ഞുള്ളൂ. സാർ എന്തിനാണ് സ്വയം ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ബോക്സു അദ്ദേഹത്തിനടുത്തേക്ക് ചെല്ലുന്നു. നീ ഇത്ര പെട്ടെന്ന് എൻ്റെ പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സാർ എന്തിനാണ് ഇങ്ങനെ ഇവരുടെ താളത്തിനൊത്ത് നിന്നു കൊടുക്കുന്നത്? സേഹോ പറഞ്ഞത് സാറിനെ അലട്ടുന്നുണ്ടോ എന്ന് ബോക്സു ചോദിച്ചപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ സേഹോ ചേർത്ത് നിർത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന സത്യം തന്നെയാണ്. അതിലെനിക്ക് അവനോട് സഹതാപമുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ഞാനും എൻ്റെ അമ്മയും ചേച്ചിയും ഇൻഹോയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് കണ്ടെത്താൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വന്തം പേരൻസിന് മക്കളുടെ മനസ്സിലുള്ളത് അറിയാൻ കഴിയാത്ത കാലത്ത് പഠിപ്പിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും മനസ്സറിയാൻ സാറ് ശ്രമിച്ചാൽ നടക്കുമോ? സാർ ദൈവമൊന്നുമല്ലല്ലോ. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളിൽ സഹായം ചോദിച്ചിട്ടുള്ള ആരെയും സാർ ഉപേക്ഷിച്ചിട്ടില്ല. സേഹോ അന്ന് ചോദിച്ചിരുന്നെങ്കിൽ സാർ അവനെയും സഹായിക്കുമായിരുന്നു അല്ലേ? ചോദിക്കാതിരുന്നത് അവൻ്റെ തെറ്റല്ലേ? സാർ പിന്നെന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? സാർ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നിർത്താൻ ഈ മൗനം കാരണമായേക്കാം എന്ന് ബോക്സു അദ്ദേഹത്തോട് പറയുന്നു. ബോക്സിൻ്റെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ മിസ്റ്റർ പാർക്ക് സേഹോയെ പോയി കാണാൻ തന്നെ തീരുമാനിക്കുന്നു. ഓഫീസിലേക്ക് കയറി ചെന്ന് അദ്ദേഹം സേഹോയെ പേര് വിളിച്ചപ്പോൾ എൻ്റെ സ്ഥാനത്തെ ബഹുമാനിക്കാതെ എന്നെ പേര് വിളിക്കരുത് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നവൻ ഗൗരവത്തിൽ ചോദിക്കുന്നു. ഞാൻ നിൻ്റെ പഴയ അധ്യാപകൻ എന്ന രീതിയിൽ എൻ്റെ സ്റ്റുഡൻറ്റിനെ കാണാനാണ് വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ താങ്കളുടെ സ്റ്റുഡൻ്റാണ് എന്നറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സേഹോ എഴുന്നേൽക്കുന്നു. നിന്നെ അന്ന് കൂടുതൽ ചേർത്ത് നിർത്താതിരുന്നതിൽ എന്നോട് ക്ഷമിക്കണം. എൻ്റെ കണ്ണിൽ നീ ഒരു നിഷ്കളങ്കനും ഭയമുള്ള പാവം കുട്ടിയായിരുന്നു. എന്ത് വേദനയാണ് നീ അന്ന് അനുഭവിച്ചത് എന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. പക്ഷേ ഇന്ന് നീ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കാണുമ്പോൾ എന്തായിരിക്കും നീ അനുഭവിച്ചിട്ടുണ്ടാകുക എന്ന് എനിക്ക് കുറച്ചൊക്കെ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് താമസിച്ചു പോയി എന്നെനിക്കറിയാം. എന്നാലും നീ എനിക്കൊരു അവസരം കൂടി തരുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? നടന്നതൊന്നും തിരുത്താൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് സേഹോ പറഞ്ഞപ്പോൾ അന്ന് നീ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നോർത്ത് നീ ഇന്ന് വിഷമിക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞതൊന്നും തിരുത്താൻ നമുക്ക് കഴിയില്ല, പക്ഷേ വരാനിരിക്കുന്ന തെറ്റുകളെ തിരുത്താൻ നമുക്ക് കഴിയും. അന്ന് നല്ലൊരു ടീച്ചറാവാൻ എനിക്ക് കഴിയാതെ പോയതിന് ഞാൻ വീണ്ടും ക്ഷമ പറയുന്നു. പക്ഷേ നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഞാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. അത് തിരുത്താൻ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. സേഹോയ്ക്ക് വാക്ക് കൊടുത്തനുസരിച്ച് ക്ലാസ്സിലെ മറ്റു കുട്ടികളെ പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബോക്സു. പക്ഷേ പഠിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞ് അവൻ അവരുടെ അടുത്ത് ചെല്ലുന്നതിനാൽ അവനെ കാണുമ്പോഴേ കുട്ടികൾ ഓടി ഒളിക്കാൻ തുടങ്ങുന്നു. ബോക്സിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് തന്നെ ബാഗൊക്കെ എടുത്തവർ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നു. ടീച്ചർ ക്ലാസ്സിൽ നിന്നിറങ്ങിയതും എല്ലാവരും ഇറങ്ങി ഓടുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ ബോക്സു ലീജിയോങ്ങിനും മിഞ്ചിക്കുമൊപ്പം ഒഫീഷ്യലായി തൻ്റെ ജോലിക്ക് ഇറങ്ങുന്നു. സ്കൂൾ വിട്ട് നടന്നു പോകുന്ന കുട്ടികളെ അവർ വണ്ടിയുമായി ചെന്ന് പിടിച്ചു വലിച്ചതിൽ കയറ്റുന്നു. അങ്ങനെ ഓരോരുത്തരെയും അവർ പോയിടത്തി എന്ന് ബലമായി പിടിച്ചുകൊണ്ട് അവർ ബോക്സുവിൻ്റെ വീട്ടിലെത്തുന്നു. അവിടെ ഇരുന്നാണ് അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലീജിയോങ് കയ്യിൽ വലിയൊരു വടിയൊക്കെ പിടിച്ചുകൊണ്ടൊരു മാസ്റ്ററെ പോലെ കുട്ടികളെല്ലാം ഒരുമിച്ചിരുത്തി അവരുടെ ഏകാഗ്രത കൂട്ടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. സത്യത്തിൽ അത് കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. മിസ്റ്റർ പാർക്ക് ഇതേസമയം സ്കൂളിലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ മറ്റു മാർഗ്ഗങ്ങളൊക്കെ നടത്തി നോക്കുന്നു. അതിനെ അദ്ദേഹം കയ്യിലുള്ള തെളിവുകളുമായി ഒരു റിപ്പോർട്ടറെ കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി റിപ്പോർട്ടർ അദ്ദേഹത്തെ കൈയൊഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. ഏത് റിപ്പോർട്ടറെ കണ്ടാലും ഇതുതന്നെയായിരിക്കും പ്രതികരണമെന്നും അയാൾ പറഞ്ഞിരുന്നു. യുൻ അപ്പോൾ തന്നെ എങ്ങനെ വിവരം പറഞ്ഞ് സേഹോയോട് അതിനെക്കുറിച്ച് പറയുന്നു. അടുത്തതായി വിദ്യാഭ്യാസ വകുപ്പിലേക്കായിരിക്കും അദ്ദേഹം പോകാൻ പോകുന്നതെന്ന് മാത്രമാണ് സേഹോ പറഞ്ഞത്. അവനതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉള്ളതായി തോന്നുന്നില്ല. സേഹോ അന്ന് വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസിനെ വിളിച്ചു വരുത്തി അവരുമായി ഒരു മീറ്റിംഗ് നടത്തുന്നു. ട്രാൻസ്ഫറിൻ്റെ കാര്യം അവരുടെ കുട്ടികൾക്ക് ഗുണകരമായ രീതിയിലാണ് അവൻ അവതരിപ്പിച്ചത്. ഇതുപോലെ ഹൈ റേറ്റിംഗുള്ള ഒരു സ്കൂളിൽ നിന്ന് കഷ്ടപ്പെടുന്നതിന് പകരം കുറച്ചുകൂടി കുറഞ്ഞ ലെവലിലുള്ള ഒരു സ്കൂളിലേക്ക് മാറുന്നതായിരിക്കും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് നല്ലത് എന്ന രീതിയിലാണ് അവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ആദ്യം പല എതിർപ്പുകളുണ്ടായെങ്കിലും അവസാനം അവൻ പറയുന്നതാണ് ശരിയെന്ന മിക്ക പേരൻസിനും തോന്നുന്നുണ്ട്. ബോക്സുവിൻ്റെ ചേച്ചി കുട്ടികൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ചോദിച്ചെങ്കിലും കുട്ടികൾ ചെറുപ്പമല്ലേ, അവർക്ക് ഈ പ്രായത്തിൽ ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളല്ലേ, അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് സേഹോ പറയുന്നു.
മിക്കവാറും എല്ലാ പേരൻസും അവനെ അനുകൂലിക്കുന്ന രീതിയിലാണ് പിരിഞ്ഞത്. ബോക്സുവിൻ്റെ നിർബന്ധപ്രകാരം ഒട്ടും മനസ്സില്ലാതെ പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്കരികിലേക്ക് ഇടയ്ക്ക് മിസ്റ്റർ പാർക്ക് വരുന്നുണ്ട്. എല്ലാവരും മടി പിടിച്ച് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അദ്ദേഹം അവർക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നെനിക്കറിയാം, പക്ഷെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ഇങ്ങനെ ഇരുന്നുള്ള ഈ പഠനമൊക്കെ സ്കൂൾ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നും സൂക്ഷിച്ചു വയ്ക്കാവുന്ന നല്ല ഓർമ്മകൾ കൂടിയാണ്. എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ. പിന്നെ നിങ്ങളുടെ മടുപ്പ് മാറ്റാൻ ഇന്ന് എൻ്റെ വക ട്രീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവർക്കും അവിടെ ന്യൂഡിൽസ് ഓർഡർ ചെയ്യുന്നുണ്ട്. കുട്ടികൾ അതുമാത്രം കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. ബോക്സു ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.